ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +2 സോഷ്യോളജിയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാ ശാസ്ത്രഘടന എന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനസംഖ്യാ ശാസ്ത്രത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചില പദങ്ങളും സങ്കല്പങ്ങളുമാണ്. അപ്പോൾ ജനസംഖ്യാ ശാസ്ത്രത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചില സങ്കല്പങ്ങളിൽ ഒന്നാണ് ജനന നിരക്ക്, അതുപോലെ തന്നെ മരണനിരക്ക്, ജനസംഖ്യാ വളർച്ചാ നിരക്ക്, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അല്ലേ, ലിംഗാനുപാതം, അതുപോലെ തന്നെ ജനസംഖ്യാ പ്രായഘടന. ഇങ്ങനെയുള്ള ജനസംഖ്യാ ശാസ്ത്രത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചില സങ്കല്പങ്ങളാണ്, ചില കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഭാഗം ശ്രദ്ധിക്കുക. ജനസംഖ്യാ ശാസ്ത്രത്തിലെ സങ്കല്പങ്ങൾ. നമുക്കൊക്കെ അറിയാം, ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് ജനസംഖ്യാ ശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി, അല്ലേ? അപ്പോൾ ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ ജനസംഖ്യാ ശാസ്ത്രത്തിൽ ഒരുപാട് പദങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ജനന നിരക്ക്, മരണനിരക്ക്, മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, ജനസംഖ്യാ വളർച്ചാ നിരക്ക്, ലിംഗാനുപാതം, ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങളും സങ്കല്പങ്ങളും ജനസംഖ്യാ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ജനസംഖ്യാ ശാസ്ത്രത്തിൽ സ്ഥിരമായി ഉപയോഗിച്ച് വരുന്ന ചില പദങ്ങളും സങ്കല്പങ്ങളും ആണ്. അതിൽ ഒന്നാമത്തേതാണ് ജനന നിരക്ക് അല്ലെങ്കിൽ ബർത്ത് റേറ്റ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ജനന നിരക്ക് എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ ആകെ ജനസംഖ്യയിൽ ഓരോ 1000 പേർക്കും ജീവനോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ജനന നിരക്ക്. അതായത് ഒരു രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ ഓരോ 1000 പേർക്കും ജീവനോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ ജനന നിരക്ക് എന്ന് വിളിക്കുന്നത്. ഈ ജനന നിരക്ക് സാധാരണ കണക്കാക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. അതുപോലെ തന്നെ ജനന നിരക്ക് കൂടിക്കഴിഞ്ഞാൽ ജനസംഖ്യ കൂടാനാണ് സാധ്യത, ജനനനിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ കുറയാനാണ് സാധ്യത. മനസ്സിലായല്ലോ? അതായത് ജനന നിരക്കും ജനസംഖ്യാ വളർച്ചയും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ജനനനിരക്ക് കൂടിക്കഴിഞ്ഞാൽ ജനസംഖ്യ കൂടും, ജനനനിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ കുറയാണ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടല്ലോ? രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മരണനിരക്ക്, ഡെത്ത് റേറ്റ്. അപ്പോൾ എന്താണ് മരണനിരക്ക് എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ ആകെ ജനസംഖ്യയിൽ ഓരോ 1000 പേരിലും മരിക്കുന്നവരുടെ എണ്ണമാണ് മരണനിരക്ക്. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷത്തിനുള്ളിൽ ഓരോ 1000 പേരിലും മരിക്കുന്നവരുടെ എണ്ണത്തെയാണ് നമ്മൾ മരണനിരക്ക് എന്ന് പറയുന്നത്. അതായത് മൊത്തം ജനസംഖ്യയിൽ ഓരോ 1000 പേരിലും എത്ര പേർ മരിക്കുന്നു എന്നുള്ള കണക്കിനെയാണ് നമ്മൾ മരണനിരക്ക് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? മരണനിരക്കും കണക്കാക്കുന്നത് വർഷത്തിൽ ഒരിക്കലാണ്. അപ്പോൾ ജനനനിരക്ക് പോലെ തന്നെ ഒരു വർഷത്തിലാണ് മരണനിരക്കും കണക്കാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി മരണനിരക്ക് കൂടുമ്പോൾ ജനസംഖ്യ കുറയുന്നു, എന്നാൽ മരണനിരക്ക് കുറയുമ്പോൾ ജനസംഖ്യ കൂടുന്നു. അതായത് മരണനിരക്കും ജനസംഖ്യാ വളർച്ചയും വിപരീത ദിശയിലാണ് പോകുന്നത്. അതായത് മരണനിരക്ക് കൂടുന്ന സമയത്ത് ജനസംഖ്യ കുറയും, എന്നാൽ മരണനിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ കൂടാനാണ് സാധ്യത. മനസ്സിലായോ? അപ്പോൾ ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ ആകെ ജനസംഖ്യയിൽ ഓരോ 1000 പേരിലും എത്ര പേർ മരിക്കുന്നു എന്നുള്ള കണക്കിനെയാണ് നമ്മൾ മരണനിരക്ക് എന്ന് പറയുന്നത്. മരണനിരക്ക് വർഷത്തിൽ ഒരിക്കലാണ് കണക്കാക്കുന്നത്. മരണനിരക്ക് കൂടുന്ന സമയത്ത് ജനസംഖ്യ കുറയുന്നു, മരണനിരക്ക് കുറയുന്ന സമയത്ത് ജനസംഖ്യ കൂടുന്നു. മനസ്സിലായിട്ടുണ്ടല്ലോ? മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജനസംഖ്യാ വളർച്ചാ നിരക്ക്, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ എന്താണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ, ജനന നിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. അതായത് ജനന നിരക്കുന്ന് മരണനിരക്ക് കുറച്ചാൽ കിട്ടുന്നതാണ് ജനസംഖ്യാ വളർച്ചാ നിരക്കായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ജനന നിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ഈ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 3 രീതിയിൽ ആവാം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്ര രീതിയിലാവാറുണ്ട്? 3 രീതിയിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഉണ്ടാവാറുള്ളത്. അതിൽ ഒന്നാമത്തെ രീതി ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ, രണ്ടാമത്തെ രീതി പുനഃസ്ഥാപന നില അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയും, മൂന്നാമത്തെ രീതിയാണ് ജനസംഖ്യാ ന്യൂനവർദ്ധനവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 3 രീതിയിലുണ്ട്. ഒന്ന് ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ, രണ്ടാമത്തത് പുനഃസ്ഥാപന നില, മൂന്നാമത്തത് ജനസംഖ്യ ന്യൂനവർദ്ധനവ്. ഇനി നമ്മൾ ഇത് ഓരോന്നും ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ. അപ്പോൾ എന്താണ് ജനസംഖ്യ സ്ഥിരത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ, ജനന നിരക്കും മരണനിരക്കും തുല്യമായി കഴിഞ്ഞാൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 0 എത്തും. അതായത് ജനന നിരക്കും മരണനിരക്കും തുല്യമായി കഴിഞ്ഞാൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 0 എത്തും. ഈ അവസ്ഥയാണ് നമ്മൾ ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ എന്ന് പറയുന്നത്.
ജനന നിരക്കും മരണനിരക്കും തുല്യമായി കഴിഞ്ഞാൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് 0 എത്തുന്ന അവസ്ഥയാണ് നമ്മൾ ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ജനസംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യൂല. അതിന് പകരം നിലവിലുള്ള ജനസംഖ്യ അതുപോലെ എന്ത് ചെയ്യും, തുടരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ജനിക്കുന്ന അത്രത്തോളം ആളുകൾ മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ നിലവിലുള്ള അതേ അവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ ജനന നിരക്കും മരണനിരക്കും തുല്യമായി കഴിഞ്ഞാൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് 0 എത്തുന്ന അവസ്ഥയാണ് ജനസംഖ്യ സ്ഥിരത കൈവരിക്കൽ. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. പുനഃസ്ഥാപന നില, റീപ്ലേസ്മെന്റ് ലെവല്. അപ്പൊ എന്താണ് പുനഃസ്ഥാപന നില എന്ന് പറഞ്ഞാൽ, ജനന നിരക്ക് മരണനിരക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും അല്ലെ. ഈ അവസ്ഥയാണ് നമ്മൾ പുനഃസ്ഥാപന നില അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് വിളിക്കുന്നത്. അതായത് ജനന നിരക്ക് കൂടുതലും മരണനിരക്കും കുറവുമാണെങ്കിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് വളരെ കൂടുതലായിരിക്കും. ഈ അവസ്ഥയിൽ ഉള്ള ജനസംഖ്യ എന്ത് ചെയ്യും, വർദ്ധിക്കാനാണ് സാധ്യത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജനസംഖ്യയിൽ മരിക്കുന്ന പഴയ തലമുറക്ക് പകരം പുതിയൊരു തലമുറ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് റീപ്ലേസ്മെന്റ് ലെവലിന്റെ പുനഃസ്ഥാപന നില എന്ന് പറയുന്ന ഈ രീതിയുടെ പ്രത്യേകത. മനസ്സിലായിട്ടുണ്ടല്ലോ? ജനന നിരക്ക് മരണനിരക്കിനേക്കാളും കൂടുതലാണെങ്കിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഈ അവസ്ഥയാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ലെവല് അല്ലെങ്കിൽ പുനഃസ്ഥാപന നില എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ജനസംഖ്യ വർദ്ധിക്കാനാണ് സാധ്യത. മനസ്സിലായല്ലോ? അപ്പോൾ ജനസംഖ്യയിൽ മരിക്കുന്ന പഴയ തലമുറക്ക് പകരം പുതിയൊരു തലമുറ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുനഃസ്ഥാപന നില കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജനസംഖ്യ ന്യൂനവർദ്ധനവ്, നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പൊ എന്താണ് ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് പറയുന്നത്? ജനന നിരക്ക് മരണനിരക്കിനേക്കാൾ കുറവായാൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് നെഗറ്റീവിൽ എത്തും. ഈ അവസ്ഥയെ വിപരീത വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? ജനന നിരക്ക് മരണനിരക്കിനേക്കാളും കുറവായി കഴിഞ്ഞാൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് നെഗറ്റീവിലെത്തുന്ന അവസ്ഥയെയാണ് നമ്മൾ ജനസംഖ്യ ന്യൂനവർദ്ധനവെന്ന് വിളിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് വിപരീത വളർച്ചാ നിരക്ക് എന്ന്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ജനസംഖ്യയിൽ കുറവ് വരുന്നു. അതായത് നിലവിലുള്ള ജനസംഖ്യ താഴേക്ക് പോകുന്ന അവസ്ഥയാണ് ഇത് ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ജനന നിരക്ക് കുറവും മരണനിരക്കും കൂടുതലും ആണെങ്കിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് നെഗറ്റീവിൽ എത്തും. ഈ അവസ്ഥയെയാണ് നമ്മൾ ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് വിളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ജനസംഖ്യ കുറയാനാണ് സാധ്യത. മനസ്സിലായോ? ഇറ്റലി, ജപ്പാന്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്, ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് പറയുന്ന പ്രശ്നം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ജനസംഖ്യ ന്യൂനവർദ്ധനവ് അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റലി, ജപ്പാന്, റഷ്യ പോലുള്ള രാജ്യങ്ങൾ ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് പറഞ്ഞ പ്രശ്നം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ എന്താണ് ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് പറഞ്ഞാൽ? ജനന നിരക്ക് മരണനിരക്കിനേക്കാളും കുറവായി കഴിഞ്ഞാൽ ജനസംഖ്യ വളർച്ച നെഗറ്റീവിലെത്തുന്ന അവസ്ഥയാണ് നമ്മൾ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ജനസംഖ്യ ന്യൂനവർദ്ധനവ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി അടുത്തത് നാലാമത്തത് ശിശു മരണനിരക്ക്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ശിശു മരണനിരക്ക് എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് ജനിക്കുന്ന ഓരോ 1000 കുഞ്ഞുങ്ങളിലും 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്നവരുടെ എണ്ണത്തെയാണ് ശിശു മരണനിരക്ക് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ജനിക്കുന്ന ഓരോ 1000 കുഞ്ഞുങ്ങളിലും 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ ശിശു മരണനിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ശിശു മരണനിരക്ക് കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ശിശു മരണനിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ രാജ്യം പിന്നോക്കാവസ്ഥയിലാണ്, മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം പുരോഗതിയിൽ എത്തിയിട്ടുണ്ട്, ആരോഗ്യ സംവിധാനമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. അപ്പോൾ ജനിക്കുന്ന ഓരോ 1000 കുഞ്ഞുങ്ങളിലും 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്നവരുടെ എണ്ണത്തെയാണ് നമ്മൾ ശിശു മരണനിരക്ക് എന്ന് പറയുന്നത്. ഇത് രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു പ്രധാനപ്പെട്ട സൂചകം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഏതിനെ കാണാൻ പറ്റും? ശിശു മരണനിരക്കിനെ കാണാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. മാതൃ മരണനിരക്ക്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ എന്താണ് മാതൃ മരണനിരക്ക് എന്ന് പറഞ്ഞാൽ?
പ്രസവിക്കുന്ന ഓരോ 1000 സ്ത്രീകളിലും പ്രസവ സമയത്ത് മരിക്കുന്നവരുടെ എണ്ണമാണ് മാതൃമരണ നിരക്ക്. അതായത് ഓരോ 1000 സ്ത്രീകളിലും പ്രസവ സമയത്ത് മരിക്കുന്നവരുടെ എണ്ണത്തെയാണ് നമ്മൾ മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. പ്രസവിക്കുന്ന ഓരോ 1000 സ്ത്രീകളിലും പ്രസവ സമയത്ത് മരിക്കുന്നവരുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. ഇനി ഉയർന്ന മാതൃമരണ നിരക്ക് രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. മാതൃമരണ നിരക്ക് കൂടിക്കഴിഞ്ഞാൽ രാജ്യം വളരെ പിന്നോക്കാവസ്ഥയിലാണ്, അവിടെ ദാരിദ്ര്യം ഉണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ മാതൃമരണ നിരക്ക് കുറവാണെങ്കിൽ അത് രാജ്യത്തിന്റെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു പ്രധാനപ്പെട്ട സൂചകം ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഏതിനെയും കാണാറുണ്ട്? മാതൃമരണ നിരക്കിനെ കാണാറുണ്ട്. അപ്പോൾ ശിശു മരണനിരക്കും മാതൃമരണനിരക്കും കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ശിശു മരണനിരക്കും മാതൃമരണനിരക്കും കുറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രാജ്യത്തിന്റെ പുരോഗതിയുടെ രണ്ട് സൂചകമായിട്ട് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഏതിനെ ഉപയോഗിക്കാറുണ്ട്? ശിശു മരണനിരക്കിനെയും മാതൃമരണനിരക്കിനെയും ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ആറാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്ത്രീ പുരുഷ അനുപാതം അല്ലെങ്കിൽ ലിംഗാനുപാതം എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ എന്താണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ ആകെ ജനസംഖ്യയിൽ ഓരോ 1000 പുരുഷന്മാർക്കുമുള്ള സ്ത്രീകളുടെ എണ്ണമാണ് ലിംഗാനുപാതം. അതായത് ഒരു രാജ്യത്ത് ഓരോ 1000 പുരുഷന്മാർക്കും എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കിനെയാണ് നമ്മൾ ലിംഗാനുപാതം എന്ന് പറയുന്നത്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ള കണക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിംഗാനുപാതം. അതായത് ഒരു രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ ഓരോ 1000 പുരുഷന്മാർക്കും എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കാണ് എന്ത്? ലിംഗാനുപാതം. മനസ്സിലായോ? ഇന്ത്യയിൽ ലിംഗാനുപാതം കുറവാണ്. 1000 പുരുഷന്മാർക്ക് 943 മുതൽ 952 വരെ സ്ത്രീകളെ ഇന്ത്യയിൽ ഉള്ളൂ. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ ഓരോ 1000 പുരുഷന്മാർക്കും എത്ര സ്ത്രീകളുണ്ട് എന്ന കണക്കാണ് ലിംഗാനുപാതം. അതായത് ഒരു രാജ്യത്തെ മുഴുവൻ ജനസംഖ്യ എടുത്താൽ ഓരോ 1000 പുരുഷന്മാർക്കും എത്ര സ്ത്രീകളുണ്ട് എന്നുള്ള കണക്കിനെയാണ് നമ്മൾ ലിംഗാനുപാതം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ലിംഗാനുപാതം കുറവാണ് എന്ന് പറഞ്ഞല്ലോ. 1000 പുരുഷന്മാർക്ക് 943 മുതൽ 952 വരെ സ്ത്രീകളെ ഇന്ത്യയിൽ ഉള്ളൂ. മനസ്സിലായല്ലോ? എല്ലാവരും അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ജനസംഖ്യ പ്രായ ഘടന, ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ എന്താണ് ജനസംഖ്യ പ്രായഘടന എന്ന് പറയുന്നത്? ആകെ ജനസംഖ്യയെ വിവിധ പ്രായ ഗ്രൂപ്പുകളായി വിഭജിക്കുന്നതിനെയാണ് ജനസംഖ്യ പ്രായഘടന എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ മുഴുവൻ ജനസംഖ്യയെ വ്യത്യസ്ത പ്രായ ഗ്രൂപ്പുകളാക്കി, അതായത് വ്യത്യസ്ത പ്രായക്കാരാക്കി തരംതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ജനസംഖ്യ പ്രായഘടന എന്ന്. മനസ്സിലായോ? സാധാരണയായിട്ട് നമ്മൾ ജനസംഖ്യയെ, ഒരു രാജ്യത്തെ ജനസംഖ്യയെ 3 പ്രായ ഗ്രൂപ്പായിട്ടാണ് തരംതിരിക്കാറുള്ളത്. ഒന്ന് കുട്ടികളാണ്. 0 മുതൽ 15 വയസ്സ് വരെയുള്ളവരെ നമ്മൾ കുട്ടികൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. രണ്ടാമത്തത് 15നും 60 വയസ്സിനും ഇടയിലുള്ളവരെ ജോലി ചെയ്യുന്നവർ എന്നുള്ള ഒരു കാറ്റഗറി ആയിട്ടാണ് ഉൾപ്പെടുത്താറുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തത് വൃദ്ധർ, അല്ലേ? 60 വയസ്സിന് മേലുള്ളവരെയാണ് നമ്മൾ വൃദ്ധർ എന്ന് പറയാറുള്ളത്. ഇങ്ങനെ ജനസംഖ്യയിൽ എത്ര കുട്ടികളുണ്ട്, എത്ര ജോലി ചെയ്യുന്നവരുണ്ട്, മൊത്തം ജനസംഖ്യയിൽ എത്ര വൃദ്ധന്മാരുണ്ട്, ഈ കണക്കിനെയാണ് നമ്മൾ ജനസംഖ്യ പ്രായഘടന എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു രാജ്യത്തെ ആകെ ജനസംഖ്യയെ വ്യത്യസ്ത പ്രായക്കാരാക്കി, അതായത് കുട്ടികൾ, ജോലി ചെയ്യുന്നവർ, വൃദ്ധന്മാർ എന്നിങ്ങനെ തരംതിരിക്കുന്ന രീതിയെയാണ് നമ്മൾ ജനസംഖ്യാ പ്രായഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രാജ്യത്തെ മുഴുവൻ ജനസംഖ്യയിൽ എത്ര കുട്ടികളുണ്ട്, എത്ര ജോലി ചെയ്യുന്നവരുണ്ട്, എത്ര വൃദ്ധന്മാരുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ജനസംഖ്യാ പ്രായഘടന എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി ഈ ജനസംഖ്യയിൽ ആശ്രിതരുണ്ട്. ആരാണ് ഈ ആശ്രിതർ എന്ന് പറയുന്നത്? കുട്ടികളെയും വൃദ്ധന്മാരെയുമാണ് നമ്മൾ ആശ്രിതർ എന്ന് പറയുന്നത്. കാരണം അവർ അവരുടെ ഭക്ഷണത്തിനും അവരുടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും അവർ ജോലി ചെയ്യുന്നവരെ ആശ്രയിക്കുന്നുണ്ട്. മനസ്സിലായോ? കുട്ടികളും വൃദ്ധന്മാരും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരെ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് കുട്ടികളെയും വൃദ്ധന്മാരെയും നമ്മൾ ജനസംഖ്യയിൽ വിളിക്കുന്ന പേരെന്താണ്? ആശ്രിതർ. അപ്പോൾ ജനസംഖ്യയിലെ ആശ്രിതരാരാണ്? കുട്ടികളും വൃദ്ധന്മാരുമാണ്. അവർ ജോലി ചെയ്യുന്നവരെന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? ജനസംഖ്യാ പ്രായഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആശ്രിതത്വ അനുപാതം, ഡിപ്പെൻഡൻസി റേഷ്യോ. അപ്പോൾ എന്താണ് ആശ്രിതത്വ അനുപാതം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണവും ആശ്രിതരുടെ എണ്ണവും തമ്മിലുള്ള താരതമ്യമാണ് ആശ്രിത അനുപാതം. അതായത് ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ
ആശ്രിതർ അതായത് വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണത്തെ ജോലി ചെയ്യുന്നവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ആശ്രിതത്വ അനുപാതം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ജനസംഖ്യയിൽ ജോലി ചെയ്യുന്നവരും ആശ്രിതരും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ ആശ്രിത അനുപാതം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ജോലി ചെയ്യുന്നവരും ആശ്രിതരും തമ്മിലുള്ള അനുപാതമാണ് ആശ്രിത അനുപാതം. മനസ്സിലായോ? ആശ്രിത അനുപാതം കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ദോഷം ചെയ്യും. കാരണം എന്താണ്? ജോലി ചെയ്യുന്നവർ കൂടുതൽ ആശ്രിതരുടെ ഭാരം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ആശ്രിത അനുപാതം കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന് എന്ത് ചെയ്യും? ദോഷം ചെയ്യും. കാരണം കൂടുതൽ ആശ്രിതരുടെ ഭാരം ആര് ഏറ്റെടുക്കേണ്ടി വരും? ജോലി ചെയ്യുന്നവർ ഏറ്റെടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ആശ്രിത അനുപാതം കൂടുന്നത് രാജ്യത്തിന് എന്താണ്? ദോഷമാണ്. എന്നാൽ ആശ്രിത അനുപാതം കുറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് നേട്ടമാണ്. കാരണം ആശ്രിതരുടെ ഭാരം ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരൂല എന്നാണ് ആശ്രിത അനുപാതം കുറഞ്ഞാലുള്ള നേട്ടം. മനസ്സിലായോ? അപ്പോൾ ആശ്രിത അനുപാതം കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ദോഷമാണ്. രാജ്യത്തിന് കൂടുതൽ ആശ്രിതരെ ഏറ്റെടുക്കേണ്ടി വരും. എന്നാൽ ആശ്രിത അനുപാതം കുറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് നേട്ടമാണ്. കാരണം ആശ്രിതരുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആശ്രിതരെ ഏറ്റെടുക്കേണ്ട കാര്യം രാജ്യത്തിന് കൂടുതൽ വരുന്നില്ല എന്നുള്ളതാണ് ആശ്രിത അനുപാതം കുറഞ്ഞാലുള്ള നേട്ടമായിട്ട് പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ആശ്രിതരും ജോലി ചെയ്യുന്നവരും തമ്മിലുള്ള അനുപാതത്തെയാണ് നമ്മൾ ആശ്രിതത്വ അനുപാതം എന്ന് പറയുന്നത്. ആശ്രിത അനുപാതം കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ദോഷവും ആശ്രിത അനുപാതം കുറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് നേട്ടവുമാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ക്ലിയർ അല്ലേ? ഇനി ഇതിനൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ആശ്രിത സമൂഹം. എന്താണ് ആശ്രിത സമൂഹം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് ആശ്രിതരുടെ എണ്ണം അതായത് വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണം കൂടുതലും ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറവുമാണെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആശ്രിത സമൂഹം. മനസ്സിലായോ? ഒരു രാജ്യത്ത് വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണം കൂടുതലും ജോലി ചെയ്യുന്നവരുടെ എണ്ണം കുറവുമാണെങ്കിൽ ആ രാജ്യം ആശ്രിത സമൂഹമാണ്. മനസ്സിലായല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ജനസംഖ്യാ ലാഭവിഹിതം, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. എന്താണ് ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ആകെ ജനസംഖ്യയിൽ ആശ്രിതരുടെ എണ്ണം ജോലി ചെയ്യുന്നവരെക്കാൾ കുറവാണെങ്കിൽ ആ രാജ്യം അനുഭവിക്കുന്ന നേട്ടമാണ് ജനസംഖ്യാ ലാഭവിഹിതം. അതായത് ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണം കുറവും ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുമാണെങ്കിൽ ആ രാജ്യം അനുഭവിക്കുന്ന നേട്ടത്തെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇന്ത്യ ഈ ജനസംഖ്യാ ലാഭവിഹിതം അതായത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന നേട്ടം അനുഭവിക്കുന്ന രാജ്യമാണ്. കാരണം ഇന്ത്യയിൽ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണം ജനസംഖ്യയിൽ കുറവാണ്. എന്നാൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും ആരാണ്? ജോലി ചെയ്യുന്നവരാണ്. അതായത് 15 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവരാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യയിൽ കൂടുതലുള്ളത്. എന്നാൽ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണം ഇന്ത്യൻ ജനസംഖ്യയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട നേട്ടമാണ് എന്ത്? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ജനസംഖ്യ ലാഭവിഹിതം. മനസ്സിലായോ? അപ്പോൾ ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണം കുറവും ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുമാണെങ്കിൽ ആ രാജ്യം അനുഭവിക്കുന്ന നേട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനസംഖ്യ ലാഭവിഹിതം. ജനസംഖ്യ ലാഭവിഹിതം അനുഭവിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും എണ്ണം കുറവാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ആശ്രിതരുടെ ഭാരം കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഈ ജനസംഖ്യാ ലാഭവിഹിതം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.